the meeting to order. The 2180th General Body Meeting, the official presidential dinner named Tribute to Legends is hereby called to order. ഏറ്റവും ആദരണീയരായ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഈ ഒരു കൂട്ടായ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ ഡിന്നറിൻ്റെ ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചതിൽ, ഇതിൽ നിങ്ങളെയൊക്കെയും ഈ വേദിയിൽ കാണുവാൻ സാധിച്ചതിൽ ദൈവത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുന്നു. എല്ലാവർക്കും എല്ലാ ആദരവുകളും അറിയിക്കുകയാണ്. 2023-24 പ്രവർത്തന കാലഘട്ടം പ്രസിഡൻഷ്യൽ ഡിന്നറോടുകൂടി ഏറെക്കുറെ സമാപിക്കുകയാണ്. 23-24 വർഷത്തിന്റെ ഒരു തിരിഞ്ഞുനോട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവൃത്തികളുടെ ഒരു അയവിറക്കലാണ് ഈ പ്രസിഡൻഷ്യൽ ഡിന്നർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ട്രിബ്യൂട്ട് ടു ലെജൻസ് എന്ന് ഞാൻ പേരിട്ടപ്പോൾ, ട്രിബ്യൂട്ട് ടു ലെജൻസിലേക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വിനയൻ എന്നോട് ചോദിച്ചു, അത് ലെജൻസ് നല്ലേ ഞങ്ങളൊക്കെ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനെ ഇങ്ങനെ പേരിടുവാൻ എനിക്ക് വ്യക്തമായ ഒരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. 23-24 വർഷം കഴിഞ്ഞ ജൂൺ 14 ഞാൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആരവങ്ങളോടു കൂടിയാണ് ഞാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമേറിയ ഒരു കാലഘട്ടമായിരുന്നു കടന്നുപോയത്. തിരിച്ചുവരവിന് ഒരു സാധ്യതയും ഞാൻ കാണാത്ത ഒരു കാലഘട്ടം, മുമ്പിൽ വല്ലാതെ ശൂന്യത ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അവിടെ പിടിച്ചു കയറുവാൻ എനിക്ക് താങ്ങായ, എനിക്ക് തണലായ, എനിക്ക് ശക്തി നൽകിയ കുറെ ആളുകളെയാണ് ഇന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത കുറെ സുഹൃത്തുക്കൾ, പേരെടുത്ത് തന്നെ പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജുബിൽ, പ്രിയപ്പെട്ട സുദീപ്, അമ്മു, ജെനി, നൗഷാദ് ആറ്റിങ്കര, പിന്നെ നിങ്ങൾക്കറിയാൻ വയ്യാത്ത കുറെ ആളുകൾ, ഇങ്ങനെ കുറെ സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരാദ്യം മുതൽ അവസാനം വരെയും എന്നോടൊപ്പം നിന്ന് എങ്ങനെ കൈത്താങ്ങലാകണം അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ചിന്തകൾ ആവിഷ്കരിക്കുന്ന ദിവസങ്ങൾ ഞാൻ കണ്ടു. അപ്പോഴും റോട്ടറി പ്രസ്ഥാനത്തിന്റെ, റോട്ടറി ക്ലബ് ചെങ്ങന്നൂരിന്റെ ഒരു പ്രസിഡന്റാണ് ഞാൻ എന്ന് മനഃപൂർവ്വമായി മറക്കുവാൻ ഞാൻ ശ്രമിച്ചത്. എല്ലാത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് മുമ്പിലേക്ക് ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. ഞാൻ ഇന്നും ഓർക്കുന്നു, ഓണാഘോഷ പരിപാടികൾ നമ്മൾ ക്രമീകരിക്കുമ്പോൾ അതിവിടെ നടത്താൻ നമുക്ക് സാധിച്ചില്ല. അന്ന് സെപ്റ്റംബറിൽ ഒരു മീറ്റിംഗ്, അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം നടത്തുമ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. നവാസിക്ക എന്നോട് പറഞ്ഞു, അദ്ദേഹമാണ് നമ്മുടെ റോട്ടറി ക്ലബ് ചെങ്ങന്നൂരിന്റെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നവാസിക്ക, ഞാനൊന്നിനും സജ്ജമല്ല, എനിക്ക് വരാൻ പറ്റില്ല, സംബോധന ചെയ്യാൻ പറ്റില്ല. നവാസിക്ക എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ വരണം, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കസേരയിട്ട് അവിടെ ഇരുന്നാൽ മാത്രം മതി, നിങ്ങൾക്കുള്ള ചെയറുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഈ റോട്ടറി പ്രസ്ഥാനത്തിലെ പലരും, കേണൽജി ഉൾപ്പെടെ, മാമച്ചാൻ ഉൾപ്പെടെ, ഡോക്ടർ സുനിൽ റോയ് കുശി ഉൾപ്പെടെ, ഇങ്ങനെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ ഓരോ ആളുകളെ ഞാൻ പേരെടുത്ത് പറയണം, തന്ന ഒരു ഊർജമുണ്ടായിരുന്നു മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉള്ളൊരു ഒരു പ്രയാണത്തിനുള്ള എന്നെ സജ്ജമാക്കുന്ന ഒരു അനുഭവം. ഒരു പക്ഷെങ്കിൽ അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ണുനീര് വാർക്കുന്നത് എനിക്കിഷ്ടമല്ല, അതൊരു വലിയ അപമാനത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ
അന്ന് ഗിരീഷൻ നേരെ ഇൻഡക്ട് ചെയ്യുന്ന ദിവസമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് അതിഥിയായി ഇവിടെ വന്നിരുന്ന ദിവസമായിരുന്നു തോന്നുന്നു. ഈ വേദിയിൽ എനിക്ക് എൻ്റെ വാക്കുകളെ മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല, കാരണം എൻ്റെ മുമ്പിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ തൻ്റെ ഇടമായിട്ട് സംസാരിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അവിടെ ഒരു വലിയ അത്ഭുതമാണ് സംഭവിച്ചത്. നമുക്കൊരു ചൊല്ലുണ്ട്, ഒരാൾ സ്വയം നശിക്കുവാൻ തീരുമാനിച്ചാൽ അവനെ നന്നാക്കുവാൻ പറ്റില്ല എന്ന്. ആ ചൊല്ലിനെ തിരുത്തി എഴുതേണ്ട ഒരു പ്രക്രിയയാണ് ഈ 2023-24 വർഷം റോട്ടറി ക്ലബ് ചെങ്ങന്നൂരിൻ്റെ ഓരോ അംഗങ്ങളും ചെയ്തത്. അതിനുശേഷം എന്നിലുള്ള വളരെ അഗ്രസീവായ ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാമോ ആ രീതിയിലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓരോ ജനറൽ ബോഡി മീറ്റിങ്ങിലും ഓരോ അംഗങ്ങളും ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ ഉറച്ചു പറയുകയാണ്, വിശ്വസിക്കുകയാണ്. പ്രവർത്തന മേഖലയിൽ ഊർജം പകർന്നുകൊണ്ട് റോട്ടറി ബാൻഡ് എന്നൊരു ആശയം, എനിക്ക് തോന്നുന്നു അനുചേച്ചിയും സിന്ധു ചേച്ചിയും ഒക്കെയാണ് അത് പറഞ്ഞത്. ആ റോട്ടറി ബാൻഡിന് ആശയം നൽകുക മാത്രമല്ല, അതൊരാവേശമാക്കുവാനും അതിനെ കർമ്മപഥത്തിലെത്തിക്കുവാനും റോട്ടറി ബാൻഡ് കൊണ്ട് സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ റോട്ടറി കരോൾ സർവീസ് എല്ലാ കുടുംബങ്ങളും ചേർത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്ത ഒരു വലിയ കരോൾ സർവീസ്. അങ്ങനെ പേരെടുത്ത് പറയാൻ, ഓരോ അക്കമിട്ട് പറഞ്ഞാൽ ഈ വർഷം ചെയ്ത ഓരോ പ്രൊജക്റ്റുകളും നിങ്ങളൊക്കെ നൽകിയ സംഭാവനകൾ മാത്രമാണ്. ഈ സംഭാവനകൾ തന്നെയാണ് ഇന്ന് ട്രിബ്യൂട്ട് ടു ലെജൻഡ്സ് എന്ന പേരിൽ ആ നിങ്ങളുടെ പ്രവർത്തനങ്ങളോടുള്ള ആദരവാണ് ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങൾക്കായി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സന്ധ്യ നിങ്ങൾക്കുള്ളതാണ്. ഒരു കുടുംബത്തെ കൈപിടിച്ചുയർത്തുവാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സ്, നിങ്ങൾ നൽകിയ ആ വലിയ ശക്തി, നിങ്ങൾ നൽകിയ ആ പ്രചോദനം, ആ പ്രവൃത്തികൾക്കുള്ള സമർപ്പണമായി ഈ സന്ധ്യയെ നിങ്ങൾ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സായം സന്ധ്യയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന റോട്ടറി കുടുംബാംഗങ്ങളായ എല്ലാവരെയും, അതിഥികളായി ഇരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഈ മീറ്റിംഗിലേക്ക്, ഈ സന്ധ്യയിലേക്ക് സ്വാഗതം